പോയിട്ട് ആ ജ്യേഷ്ഠന്റെ പിന്തുടർച്ചാവികാശിയായിരിക്കുന്ന അനുജൻ പാട്ടുപാടുമ്പോ അല്ലേ ആ പാടുന്ന പാട്ട് വല്ലാത്തൊരു അഗ്നികുണ്ടത്തിൽ ഇരുന്നിട്ടുള്ള ദഹിക്കുന്ന ഒരു അനുജന്റെ ചിത്രമാണ് ആ സിനിമ വരുന്നത്. അപ്പൊ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള സാഹോദര്യ ബന്ധം. ഇനി മറ്റൊരു ബന്ധം കേട്ടോ, ജ്യേഷ്ഠനും അനുജന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം. അനുജന്റെ ഭാര്യ രാവണവധം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് എല്ലാവരും യാത്രാക്ഷീണത്തിൽ വിശ്രമിക്കുമ്പോ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ രാമൻ ഒറ്റയ്ക്ക് അന്തഃപുരത്തിലേക്ക് നടക്കും. സീതയുടെ അന്തഃപുരത്തിലേക്കല്ല കേട്ടോ, ലക്ഷ്മണന്റെ ഭാര്യ ഉർമിള ഉറങ്ങുന്നിടത്തേക്ക് പോകും. അവിടെ പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു രാമൻ. ആ കണ്ണുനീര് ആ പാദങ്ങളിൽ വീണു. അപ്പൊ ഉർമിള ഞെട്ടി വന്നു. എന്താ ജ്യേഷ്ഠായത്? പ്രിയപ്പെട്ട അനുജത്തി, എന്റെ കൂടെ എന്റെ ഭാര്യയുണ്ട്. എന്റെ കൂടെ എന്റെ ഭാര്യയുണ്ട്, സീതയുടെ കൂടെ ഞാനുമുണ്ട്. 14 സംവത്സരമായി നീ നിന്റെ ഭർത്താവിനെ കാണാതെ വീട്ടിലിരിക്കുന്നു. ഭർത്താവ് കാട്ടിലേക്ക് പോയപ്പോൾ അവനുണ്ടോ, ഉറങ്ങിയോ, അവനെ കാട്ടുതീയിൽപ്പെട്ട് വെന്തുപോയോ, വന്യമൃഗങ്ങൾ പിടിച്ചു ഭക്ഷണമാക്കിയോ, രാക്ഷസന്മാർ കൊന്നു കൊലവിളിച്ചോ എന്നൊന്നും അറിയാതെ ഒരു വിവരമില്ലല്ലോ ഭാര്യയ്ക്ക്. ഗൾഫിന് ഭർത്താവ് പോയാല് പിറ്റേന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെയുള്ള കുഴപ്പമെന്താണ് അല്ലേ? തന്റെ ഭർത്താവിനെ പറ്റി 14 സംവത്സരം ഒരു വിവരമില്ലാതെ ഭർത്താവിനെ ധ്യാനിച്ച് ഭർത്തമാതാക്കളെ പരിചരിച്ച് ജീവിച്ചിരിക്കുന്ന ഉർമിളാദേവി, ആ ഉർമിളയുടെ ജീവിതത്തിന്റെ മഹാത്യാഗമാണ് മോളെ ഈ രാമന്റെ വിജയമെന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? അനുജന്റെ ഭാര്യയോട് ബഹുമാനം കാണിക്കുന്ന രാമൻ. നിങ്ങൾ ആലോചിക്കുക, ഭാര്യയെ രാമൻ കൊന്നുകളഞ്ഞത് എന്തിനാണ്? അനുജന്റെ ഭാര്യയെ മകൾക്ക് തുല്യമായി കാണേണ്ടവളെ ഭാര്യയാക്കി വെച്ചു എന്ന കുറ്റത്തിനാണല്ലോ ഭാര്യയെ രാമൻ കൊല്ലുന്നത്. സുഗ്രീവന്റെ പത്നിയെ ഭാര്യയാക്കി മാറ്റിയതിന്റെ പേരിലല്ലേ ഭാര്യയെ രാമൻ കൊല്ലുന്നത്? പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളുടെ ആർദ്രത അവിടെയാണ്. രാമായണം നമ്മളോട് പറയുന്നത് ഇനിയും എത്ര കഥകൾ. രാമന്റെ വിജയം കുടുംബ ബന്ധത്തിന്റെ, ജ്യേഷ്ഠാനുജ ബന്ധത്തിന്റെ പരാജയം കൊണ്ടാണ് രാമന് വിജയമുണ്ടായതെന്ന് അറിയുമോ നിങ്ങൾ? രാമന്റെ വിജയത്തിന്റെ തിളക്കം നഷ്ടപ്പെടുത്തിയത് എവിടെയാണ്? യുദ്ധം, ലങ്കയിലുള്ള സംഭവങ്ങൾ നോക്കൂ. രാവണന്റെ സഹോദരനായ